ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഉള്ളത്. അവിടെ നിന്ന് തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാരി ഉടുക്കാൻ നേരത്തെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ മുന്നേ ഒരു സാരി ഉടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു, സാരി ഡ്രൈപ്പിങ്ങിൻ്റെ വീഡിയോ ഒന്നുകൂടി ചെയ്യുക അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് പെട്ടെന്നുള്ളൊരു സാരി ഉടുക്കലാണ് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ സൽക്കാര സാരി ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സാരി ഉടുക്കാമെന്നായിരുന്നു ഫസ്റ്റ് വിചാരിച്ചത്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും ഒരു ഒതുങ്ങി നിൽക്കാത്തൊരു ടൈപ്പാണ് കേട്ടോ സാരി എന്ന് പറയുക. എന്നാലും അത്യാവശ്യം നമുക്ക് വൃത്തിക്ക് നിൽക്കും. എന്നാലും നമ്മളിങ്ങനെ അയൺ ചെയ്ത് നല്ല സെറ്റ് ആക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. അപ്പം ഞാൻ അയണൊന്നും ചെയ്യുന്നില്ല, കാരണം ഒന്നാമത് എനിക്കതിന് ഒന്നിനും വയ്യാത്തൊരു അവസ്ഥയാണല്ലോ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എനിക്കിപ്പോൾ 3 months ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് 3 months കഴിഞ്ഞു കേട്ടോ. 3 month ആ ഒരു സമയത്തായിരുന്നു. അപ്പം അങ്ങനെ ഈ സാരി ഉടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. അപ്പം എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ നോർമൽ ഫോണിൽ എടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സാരീൻ്റെ കളർ അങ്ങനെ കറക്റ്റ് മനസ്സിലാകാത്തത്. നല്ല അടിപൊളി കളറാണ് കേട്ടോ. ശരിക്കും നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ്. അപ്പോൾ ഇത് ഞാൻ നല്ല വൃത്തിക്ക് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്താണിയൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് അപ്പം തന്നെയായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തത്. പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ സന്ധ്യക്കല്ലേ നമ്മൾ പോവുക. അപ്പോൾ വീട്ടിലെത്തി അങ്ങനെ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സെറ്റ് ചെയ്തു. പിന്നെ ഒരുപാട് ആൾക്കാരിങ്ങനെ പറയും കേട്ടോ, എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയും സാരി ഉടുക്കാൻ അറിയില്ല, ഇപ്പം അപ്പുറത്തെ വീട്ടിലെ ഏച്ചിയാണ് ഉടുപ്പിച്ചത് അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മൾ തന്നെ ഞാൻ ശരിക്കും സാരി ഉടുക്കാൻ പഠിച്ചതെന്ന് വെച്ചാൽ അമ്മയുടെ സാരി ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഉടുത്തുടുത്ത് ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ കളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ സാരി ഉടുക്കുന്നതൊക്കെ പഠിച്ചത്. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ കുറച്ച് തവണ നമ്മൾ തന്നെ സ്വയം ഇങ്ങനെ ഉടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാരി ഡ്രൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര നമുക്ക് ഉടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി എങ്ങനെ കിട്ടും എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുന്താണിയുടെ ഭാഗം, പിന്നെ നമ്മുടെ ഈ ഒരു അവിടെ വയറിൻ്റെ അവിടെയുള്ള ചുരുക്കില്ലേ, അതൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ഓവറോൾ ലുക്ക് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ സാരി ഉടുത്താൽ. എനിക്ക് എന്നെ സാരി ഉടുത്തിട്ടാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് സാരി ഉടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ അല്ലെങ്കിലും നമ്മൾ സാരി ഉടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയാണ്. എനിക്ക് എന്നെ ഭയങ്കര എന്തോ ഒരു ഭംഗി തോന്നും കേട്ടോ സാരി ഉടുത്തു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് എവിടെ പോകുമ്പോഴും സാരി ഉടുക്കണം എന്നുള്ള ഒരിതായിരിക്കും. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു ചുരുക്കിൻ്റെ പോർഷൻ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഇവിടെയാണ് എനിക്ക് കുറച്ചൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത്. ബാക്കി മുന്താണിയുടെ ആ ഒരു ഭാഗമൊന്നും ഒരു കുഴപ്പമില്ല. ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട്. കാരണം നമുക്കിങ്ങനെ കുനിയാനൊക്കെ ഈ ഒരു ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. കാരണം അപ്പോൾ ആ ഒരു പോർഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ. അതുവരെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആളന്നേരം അവിടെ ഇല്ലായിരുന്നു ഇങ്ങനെ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് അത് സെറ്റ് ചെയ്തു ഗൈസ്.
പിന്നെ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഞാൻ തൽക്കാലത്തേക്കാണ് കേട്ടോ ഒരു പിന്നും അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ശരിക്കും അവിടെ നമുക്ക് കറക്റ്റ് ഇങ്ങനെ നമ്മുടെ ആ ഒരു വയറിനോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്താ, അവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ പിൻ ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ബാക്കി പോർഷൻ കൂടി സെറ്റ് ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് ഞാൻ അവിടെയുള്ള ആ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്താ, പിന്നെ നമ്മുടെ ഈ ഒരു സൈഡാണ് ഞാൻ നോർമലി ചില സമയത്ത് മാത്രമേ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാറുള്ളൂ, അല്ലെങ്കിൽ ഉള്ളിലൂടെ എടുത്ത് വലിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാണ് കേട്ടോ. അത് ഓരോരു സാരി ടൈപ്പ് പോലെയാണ്. ചില സാരി ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇങ്ങനെ വലിച്ച് അവിടെ പിൻ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ആ മടക്ക് അങ്ങനെ നിൽക്കും. അല്ലാത്ത വേറെ എന്താ പറയുക, ചില സാരികൾ അങ്ങനെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പ്ലീറ്റ് ഇങ്ങനെ കറക്റ്റ് എടുത്തിട്ട് നമ്മൾ അവിടെ വയറിൻ്റെ പോർഷനിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കില്ലേ, അങ്ങനെ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്താ, കണ്ടില്ലേ, ഇത് കറക്റ്റ് ഇങ്ങനെ അവിടെ ഇങ്ങനെ നല്ല മടക്കി ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചില ടൈമിൽ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Turn this room, turn it to an ocean. Let me float around. Eyes closed, like we're dreaming even when we're not. You and me got a whole other meaning, I don't know how. You and me just know how it feels when we're falling in love. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. We can do nothing at all. So what, if you're stupid then you know it's nothing wrong. You and me got a whole other meaning, I don't know how. You and me just know how it feels when we're falling in love. Say what you want. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞില്ല, അതാണ് കേട്ടോ അടുത്തായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പ്ലീറ്റ്സ് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എനിക്കിങ്ങനെ വിട്ടിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഏറ്റവും മേലത്തെ പോർഷൻ വിട്ടിട്ട് അതിൻ്റെ താഴത്തെ ഭാഗം നമ്മൾ പിൻ ചെയ്ത് വെക്കുക, മേലേന്ന് പിൻ ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മുടെ ഉള്ളിലത്തെ പോർഷൻ, മേലത്തെ പോർഷൻ നമ്മൾ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് എല്ലാ പ്ലീറ്റ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മേലത്തെ ആ ഒരു എന്താ പറയുക, മേലത്തെ ആ ഒരു പ്ലീറ്റിൻ്റെ ഫസ്റ്റ് പോർഷൻ മാത്രം വിട്ടിട്ട് വേണം നമ്മൾ ഉള്ളിൽ നിന്ന് പിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ അടങ്ങി നിൽക്കും. കാരണം നമുക്ക് എന്താ പറയുക, അവിടെ ഇങ്ങനെ നമ്മളെ പൊന്തി നിൽക്കുന്ന സാരികളാണെങ്കിൽ അവിടെ അങ്ങനെ പൊന്തി നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ ചില സാരികൾക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ വൃത്തിയിൽ നിൽക്കും. പിന്നെന്താ, അടുത്തായിട്ട് നമുക്ക് പ്ലീറ്റ്സ് അല്ല മുന്താണി നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവും, അവിടെ ഈ സൈഡിൽ ഇങ്ങനെ പിൻ ചെയ്യുമ്പോൾ പിന്നിങ്ങനെ നമുക്ക് ഉള്ളിൽ കൂടെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ മേലേ നിന്ന് കാണും. നമ്മൾ വലിച്ച് ഒരുപാട് മുന്നോട്ടേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ചെറുതായിട്ടൊരു ബോറായിട്ടിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിലത്തെ ലാസ്റ്റത്തെ ഒരു ഊക്ക് ഉണ്ടാവില്ലേ ബ്ലൗസിൻ്റെ, ആ ഒരു ഊക്ക് ഇങ്ങനെ അഴിച്ചു വിടുകയാണെങ്കിൽ അവിടെ കുറച്ച് ലൂസായിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ
ആ ഒരു ലൂസ് അപ്പോൾ 2 ഹൂക്ക് വിടുകയാണെങ്കിൽ 2 ഹൂക്ക് അയച്ച് വിട്ടിട്ട് നമ്മൾ ഈ ഒരു ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു നമുക്ക് തോന്നുന്നത് അവിടെ നമ്മൾ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് ഹൂക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നല്ല വൃത്തിക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ ഉടുത്ത് കഴിഞ്ഞിട്ടുള്ള ഓവറോൾ സെറ്റ്. അപ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു ഞാൻ സൽക്കാര സാരീൻ്റെ ഒപ്പം ഇങ്ങനെ ക്ലിപ്പ് കുത്തിയിട്ടാണ് കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ മുന്താണി എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ക്ലിപ്പ് കുത്തി വെച്ചാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. അപ്പം കുഴപ്പമില്ലാന്ന് തോന്നും. അപ്പോൾ ഇതാണ് സാരി ഉടുത്തിട്ടുള്ള ഒരു ലുക്ക് ഗൈസ്. അപ്പോൾ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, എനിക്ക് ഓവറോൾ ഉടുത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതന്നെ ഉടുത്തിട്ട് പോകാമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കേണ്ട കാരണം ഞാൻ ഇന്നർ ഇട്ടിട്ടാണല്ലോ എടുത്തത്. അപ്പോൾ ഇന്നർ ഞാൻ വിചാരിച്ച് ഊരി വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്നും കൂടി സെറ്റ് ചെയ്യാമെന്ന്. കാരണം ജസ്റ്റ് മുന്താണി എടുത്ത് ഇന്നർ ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇന്നറൊക്കെ വലിച്ചെടുത്ത് പിന്നെ കൊടുത്തു നോക്കുമ്പോൾ എനിക്ക് അത്ര ഇത്ര ഭംഗി പിന്നെ എനിക്ക് കിട്ടുന്നില്ല എത്ര ചെയ്തിട്ട്. അപ്പം ഞാനൊരു ചുരിദാർ ഇട്ടിട്ടാണ് ഗൈസ് പോയത്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആ ഒരു നല്ല രസമുണ്ടായിരുന്നു ഓവറോൾ ലുക്ക് കാണാനായിട്ട്. അപ്പോൾ ഏട്ടനും പറഞ്ഞു നല്ല രസമുണ്ടെന്ന്. പക്ഷേ എനിക്ക് പിന്നെ എന്തോ വല്ലാത്ത സങ്കടമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ഒരു പിക്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഞാൻ കല്യാണത്തിന് പോയിട്ട് ആ ഒരു ഡ്രസ്സിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ഗൈസ്. ഇനി എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ നോക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ ബായ്.